ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചിക്കൻ സോസേജ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റോ ആയിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ സോസേജ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏത് കമ്പനിയുടെ സോസേജ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ഓയിൽ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ സോസേജ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സോസേജ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചു മറിച്ചു വിട്ടിട്ട് സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സോസേജ് ചെറിയ തീയിലിട്ടിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ബ്രൗൺ കളറായി ഫ്രൈ ആയി വരുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ആയി വരുമ്പോൾ ഈ സോസേജ് നന്നായിട്ട് വീർത്ത് വരും. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ സോസേജ് ഫ്രൈ ഉണ്ടാവുക. അപ്പം നമ്മുടെ സോസേജ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പനീർ നമ്മൾ സിമ്പിളായിട്ട് തവ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമ്മൾ പനീറിൽ ഉപ്പും മുളക് പൊടിയും കുറച്ച് ചെറുനാരങ്ങ നീരും മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണിത്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.